തജിദു ആലിമൻ ഫീ ബലദിൻ മിനൽ ബുൽദാൻ വമാ മഅഹു ഇല്ലാ സലാസത്തു തുല്ലാബ് ഔ അർബഅത്തിൻ ഫഖത്ത്. ചിലപ്പോൾ നിനക്ക് ചില നാടുകളിൽ ഒരു പണ്ഡിതനെ കണ്ടേക്കാം. ആ പണ്ഡിതന്റെ അടുക്കൽ ആകെ 3 അല്ലെങ്കിൽ 4 വിദ്യാർത്ഥികൾ, ദീൻ പഠിക്കുന്ന വിദ്യാർത്ഥികൾ മാത്രമേ അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടാകുകയുള്ളൂ. വഖദ് തജിദു ആഖർ മഅഹു മിആത്തുൽ ഉലൂഫ്. ചിലപ്പോൾ വേറെ ആളെ ആ നാട്ടിൽ തന്നെ കാണാം, അയാളോടൊപ്പം ലക്ഷങ്ങളുണ്ട്. ഇയാളടുത്ത് 3-4 പണ്ഡിതൻ, മറ്റേയാളടുത്ത് ലക്ഷങ്ങളുണ്ട്. വതജിദുൽ ഹഖ്ഖ മഅ ഹാദല്ലദീ മഅഹു സലാസത്തു അർബ. പക്ഷേ സത്യം ഉണ്ടാകുക ചിലപ്പോൾ ഈ 3-4 വിദ്യാർത്ഥികൾ മാത്രമുള്ള ആ പണ്ഡിതനായിരിക്കും സത്യത്തിൽ ഉറച്ചു നിൽക്കുന്നത്. ലിഅന്നഹു ഹുവൽ മുതമസ്സിഖു ബിഖാലല്ലാഹ് വഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ഈ 3-4 വിദ്യാർത്ഥികളെ ഉണ്ടാക്കിയെടുത്ത ഈ പണ്ഡിതനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞ യഥാർത്ഥ ദീൻ പ്രബോധനം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ജനങ്ങൾ ഒരുപാടുണ്ടായി. നമ്മൾ വിളിച്ചപ്പോൾ ഒരുപാട് ആളുകൾ വന്നു, നമ്മുടെ കൂടെ ഒരുപാട് ആളുകൾ നമ്മളെ അണികളായി ഉണ്ടായി. ഇതൊന്നും ഹക്കിൻ്റെ മാനദണ്ഡമല്ല. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും സഹോദരങ്ങളെ, നമ്മുടെ അടുത്ത ആളുകൾ കുറഞ്ഞുപോയി, നമ്മൾ കുറച്ച് ആൾക്കാരേ ഉള്ളൂ, ബാക്കിയുള്ള ആളുകൾക്ക് ഒരുപാടുണ്ട് എന്നുള്ള വിഷമത്തിലാകേണ്ടതില്ല. എന്തുകൊണ്ട്? ഒരു നബിക്ക് ഒരാളെ കിട്ടിയിട്ടുള്ളൂ, ഒരു നബിക്ക് 2 ആളെ കിട്ടിയിട്ടുള്ളൂ. ഇതിനർത്ഥം നമ്മൾ അലസരായി കഴിഞ്ഞുകൂടുക എന്നുള്ളതല്ല. തീർച്ചയായും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഓരോരുത്തരുടെയും കഴിവിൽ നമ്മൾ എന്തു ചെയ്തു ഇല്ലേ എന്നുള്ളത് നമ്മൾ ചോദ്യം ചെയ്യുന്ന കാര്യം തന്നെയാണ്.